വനനിയമ ഭേദഗതിയിൽ മാറ്റം വരുത്താൻ ഒരുങ്ങി വനം വകുപ്പ്. കരട് ഭേദഗതിക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് വ്യവസ്ഥകളിൽ തിരുത്തുവരുത്തുന്നത് പരിഗണിക്കുന്നത്. ഇതോടെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത കുറഞ്ഞു. പ്രതിപക്ഷവും സഭാ നേതൃത്വവും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും എതിർപ്പ് അറിയിച്ചിരുന്നു. അതേസമയം നിയമവ്യവസ്ഥയുടെ മലയാള പരിഭാഷ വനം വകുപ്പ് ഇന്ന് പുറത്തിറക്കും. 1961 വനനിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തുന്നതിനായാണ് നിയമത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് സർക്കാർ നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്നത്. ഇതിൽ നിരവധി നിർദ്ദേശങ്ങളുണ്ടെങ്കിലും ഭേദഗതികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്നതും കർഷകരുടെയും വനവാസികളുടെയും പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ഗൂഢലക്ഷ്യത്തോടെയുള്ളതാണെന്നുമാണ് ആക്ഷേപമുയരുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയാൽ വാറന്റല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം, പിഴത്തുകയിൽ 5 ഇരട്ടിയുടെ വർധനവ് തുടങ്ങിയവയിലാണ് കുടിയേറ്റ കർഷകരുടെ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. ഈ മാസം 31 അവസാനിക്കുന്ന ഹിയറിംഗിന് ശേഷം അടുത്ത മാസം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. എന്നാൽ ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നു തന്നെ പ്രതിഷേധം ഉയരുകയും ഇക്കാര്യം ഉന്നയിച്ച് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്ത സാഹചര്യത്തിലാണ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ വനം വകുപ്പ് ആലോചിക്കുന്നത്. അതേസമയം നിയമ ഭേദഗതി വ്യവസ്ഥകളുടെ മലയാള പരിഭാഷ വനം വകുപ്പ് ഉടൻ പുറത്തിറക്കും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും വനം വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.